മുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും ജിയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇറ്റാലിയൻ ഹോളിഡേയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 4 മണി പലഹാരം റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുറുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു കുക്കറിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ട് ഞാൻ അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിലടിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം അധികം പാടില്ല കേട്ടോ. നമ്മളൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാനാണ് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. 2-3 വിസിൽ നന്നായിട്ട് കുക്കായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ 2 ചെറിയ ജാറിലിട്ടായിരിക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം പകുതി ഇട്ടുള്ളൂ. ഇപ്പം 2 സെക്ഷനായിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. മുറുക്ക് നല്ലൊരു 4 മണി പലഹാരമാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കറുമുറ കഴിക്കാൻ പറ്റിയതാണ്. ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ഞാൻ ബാക്കിയത്തെ ഉഴുന്ന് ഞാൻ 2 പ്രാവശ്യമായിട്ടൊന്നും പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കിയത്തെ ഉഴുന്നും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം അതിയായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഉഴുന്ന് പരിപ്പും കൂടെ അരച്ചെടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ബൗളിലേക്ക് ചേർത്ത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഉഴുന്ന് വേവിച്ച് അരച്ചെടുത്തു. ഇനി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് നമ്മൾ മാവ് കുഴച്ച് ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അരിപ്പൊടി ഞാൻ പാലപ്പൊക്കെ ഉണ്ടാക്കുന്നത് മേടിച്ച പൊടിയില്ലേ, അതാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് അളവിൽ പൊടി അളന്നെടുക്കുക. ഇത് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 4 പ്രാവശ്യമായിട്ട് ഇടുന്നത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് 2 നുള്ളി കായപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്തു. 1/4 ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. എന്ന് നെയ്യ് ഉരുക്കിയെടുത്ത ചൂടോടുകൂടി 2 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഈ പൊടിയിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം തവി ഇങ്ങോട്ട് കൂടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാവ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ നെയ്യ് ഇതിനകത്തേക്കൊന്ന് കുഴച്ച് യോജിപ്പിക്കാം നമുക്ക് ആദ്യം തന്നെ. ഇതെല്ലാം കൂടെ കൂടി യോജിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും ഞാൻ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് കൂടി യോജിച്ച് കിട്ടണം നമുക്ക്. ആദ്യം പറഞ്ഞല്ലോ, ആദ്യം തവിയും കൊണ്ട് ഒന്ന് കൂടി യോജിപ്പിച്ചെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അതും കുറേശ്ശെ ചേർക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള നമ്മുടെ ഉഴുന്നിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്ത് ചെറിയൊരു ബോളായിപ്പോൾ ഗ്ലാസ് ബോളായതുകൊണ്ട് കാണാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തെടുത്താൽ. ഇച്ചിരി വലിപ്പത്തിലുള്ള പാത്രം എടുക്കുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഉഴുന്ന് മാവ് അരച്ചെടുത്തെല്ലാം ചേർത്തു. ഇനി നമ്മൾ കൈ കൊണ്ടാണ് കേട്ടോ കുഴക്കണേ. ആദ്യം നമ്മൾ തവിയും കൊണ്ട് തന്നെ എല്ലാം യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് ഒരു ഡോവാക്കി എടുക്കണം. നല്ല മുറുക്കത്തിൽ കിട്ടണം. വെള്ളം അധികമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പൊടിയുടെ അളവനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ വെള്ളം കുറഞ്ഞു പോയാൽ അത് വിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് ഡോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ട് തുടങ്ങാം. സ്റ്റാർ ഷേപ്പിലുള്ളൊരു ഇടിയപ്പത്തിൻ്റെ തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം വെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഷേപ്പൊക്കെ ചെയ്തെടുക്കാം. ഞാൻ 1-2 അങ്ങനെ കാണിക്കാം. പക്ഷേ ഏറ്റവും എളുപ്പത്തിലെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ മുറുക്ക് അങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇടുന്നതാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ മറ്റേത് 1-2 കാണിച്ചു തരാം.
ഞാനത് തവിയിലാണ് ചെയ്തെടുക്കുന്നത്. എനിക്കത് എപ്പോഴും എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. തവിയിൽ അല്പം എണ്ണ തടവിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് ഒരു മീഡിയം ഹീറ്റിൽ വെക്കണം കേട്ടോ. ഒരുപാട് കൂടുതലായിട്ട് വെക്കരുത്. നമ്മൾ മുറുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ വെന്ത് കിട്ടില്ല ശരിക്കും. ഇത് മീഡിയം ഹീറ്റിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. എണ്ണ ചൂടായിട്ടിരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, കൃത്യമായിട്ട് ചാടി വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം തുടങ്ങുന്നതിന് മുമ്പ്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ബാക്കിത്തെ എല്ലാ ഡോ ഇങ്ങനെ ഒരേപോലെ കുഴച്ച് വെക്കുവാണെങ്കിൽ ഡ്രൈ ആയി പോവില്ല. അഥവാ അടുത്ത സെക്ഷൻ എടുക്കുമ്പോൾ ഡ്രൈ ആയെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം നനച്ചൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ആദ്യം ഇത് തവിയിൽ എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് കാണിക്കാം. ഇങ്ങനെ ഒരു തവിയിൽ അല്പം എണ്ണ തടവിയിട്ട് അതിനകത്തേക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് 1-2 ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഇച്ചിരി ടൈം എടുക്കും റെഡിയാക്കി വരാൻ. മറ്റേതാണെങ്കിൽ സ്പീഡി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തവി എണ്ണയിലേക്ക് കാണിച്ചാൽ മതി, പയ്യെ അങ്ങ് എണ്ണയിലേക്ക് ചാടിക്കോളും. അറ്റം പയ്യെ ഒന്ന് കൂടി യോജിപ്പിച്ച് കൊടുക്കുക, എണ്ണയിൽ വെക്കുക, പയ്യെ അങ്ങ് സ്ലൈഡ് ചെയ്ത് എണ്ണയിലേക്ക് വിടാം. ഇനി ഇത് ചേർത്ത് പയ്യെ ഒരു പത ഒന്ന് അടങ്ങിയിട്ട് വേണം നമുക്ക് മറിച്ചിടാൻ കേട്ടോ. അപ്പോഴത്തേക്ക് അത് കുക്കായിട്ടുണ്ടാവും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരണം കേട്ടോ, എന്നാലും അത് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ബാക്കിയത്തേയും കൂടെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. ഇങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കാം, അല്ലാതെ തന്നെ നമ്മൾ മുറുക്ക് പോലെയാണ് ഞാൻ കൂടുതലും റെഡിയാക്കി ഇടുന്നത് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് എണ്ണയിലേക്ക് ഇടുക, സ്പീഡി ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഷേപ്പ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊണ്ട് തട്ടിയിടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെഷറിങ് സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഒന്ന് വന്നാൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് 4 മിനിറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വറുത്ത് പോരട്ടെ. അപ്പോൾ ഈസി ആയിട്ടുള്ള മുറുക്കിൻ്റെ റെസിപ്പി റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഡേ 1 ഇറ്റാലിയൻ ടൂറിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാടില്ല, ജസ്റ്റ് ആ ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ്. ഈവനിങ്ങിൽ ഞങ്ങൾ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമാണ്, നല്ല ചൂടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ ബാക്കിയത്തെ വീഡിയോകളും അതിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ 1-2 ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തു കുട്ടികൾക്ക് വേണ്ടി. ബാക്കിയത്തെ എല്ലാം ഞാൻ ഇങ്ങനെ മുറുക്കായിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തത്. ഞാൻ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് തട്ടാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെഷർ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്ത് മാറ്റാം, നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെയല്ല, നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നതാണ് മുറുക്കൊക്കെ. കഴിച്ചു തുടങ്ങിയ പിന്നെ നിർത്താനേ തോന്നില്ല, അതാണ് കുഴപ്പം. നല്ല ക്രിസ്പി ആയിരുന്നു. നമ്മളത് കോരുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പത ഒന്ന് കട്ടടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതാവും. പിന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരണം, അതിൽ കൂടുതലായി പോകരുത് കേട്ടോ, അപ്പോഴത്തേക്കും പിന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നേക്കാൾ സ്പീഡിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ റെഡിയാക്കി എടുക്കണം, എളുപ്പമുണ്ട്. ഫാസ്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കയറാൻ പറ്റും. മറ്റേതാകുമ്പോൾ എനിക്ക് ശരിക്കും ഇരട്ടി സമയമെടുക്കും. അപ്പോൾ അതൊന്ന് അടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് കുക്കായി വന്ന് കൊടുക്കും. നിറമൊക്കെ മാറി പയ്യൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ കോരാറാവും. അപ്പം നമ്മുടെ നോക്കൂ, സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. കറുമുറ കഴിക്കാൻ പറ്റും 4 മണി ചായക്ക് കൂടി. അപ്പോൾ ഉണ്ടാക്കി തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി തീർന്നു കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ ഇതിൻ്റെ അവസാനം ഞങ്ങൾ ഇറ്റലി പോയ വീഡിയോ ഡേ 1 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഡെവണിൽ ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. ഒന്ന് ഈവനിങ്ങിലൊന്ന് നടക്കാനൊക്കെ ഇറങ്ങിയതും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ പാർക്കും ഒരുപാട് ചർച്ചുകളും ഒക്കെ ആയിട്ടുള്ള നല്ല വെതറായിരുന്നു. 39 ആയിരുന്നു ടെമ്പറേച്ചർ. നല്ല ചൂടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള ദിവസങ്ങളിലെ കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, നമ്മുടെ അടുത്ത മുറുക്ക് സെറ്റും റെഡിയായി. നോക്കൂ, ഈ ഒരു കളറാണ് കേട്ടോ വേണ്ടത്. ആദ്യം ഉണ്ടാക്കി അല്പം കളർ കുറഞ്ഞു പോയി തോന്നുന്നു. അടുത്ത സെറ്റ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുറുക്ക് റെഡിയായി. നല്ല ഒരു 4 മണി പലഹാരമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. നോക്കൂ, ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഞാൻ കൂടുതലും ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഒടിച്ച് നോക്കാം. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഇറ്റാലിയൻ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങി, ഇറ്റലിയിലിറങ്ങി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിരുന്ന ബിബിനായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ബിബിന്, ഞങ്ങളെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിച്ചതിന്, ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് അവിടെ കൊണ്ടാക്കിയതിന് താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഹോട്ടൽ റൂമിലേക്ക് പോയത് കേട്ടോ. അപ്പം ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ചെന്നൊന്ന് ഫ്രഷ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഈവനിങ്ങിലൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയിട്ട് ഒരു പള്ളിയിൽ പോകണമായിരുന്നു ഉദ്ദേശം. ഇത് അവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ റോമ സിറ്റിയാണ്. അതിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്കാണ്. ഈവനിങ്ങിൽ ഭയങ്കര ഒരു മനോഹരമായിരുന്നു കേട്ടോ. അത് ഒരുപാട് ആളുകളുണ്ട്, ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ ഹോളിഡേ ടൈം ആയതുകൊണ്ട് അത്ര തിരക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ടത് ബെന്നിയോടാണ്. ചേട്ടായിയുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. ബെന്നിയാണ്. കുട്ടികൾക്ക് ബെന്നി ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് താങ്ക്സ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നന്ദി. അപ്പം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. എന്താ ബ്യൂട്ടിഫുൾ അല്ലേ, ബ്യൂട്ടിഫുൾ പാർക്കായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ കുറച്ച് നടന്നു. പള്ളികളിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു, ഒരു ഈശോയുടെ കുരിശിൻ്റെ ഒരു അംശം കൊണ്ട് പണിതൊരു സ്റ്റെപ്പിൽ മുട്ടൂത്തി കയറണം എന്ന് പറഞ്ഞപ്പോൾ ആ പള്ളിയിൽ പോകാനുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് വന്നത്. പക്ഷേ അത് അടച്ചു പോയായിരുന്നു, 7 മണിയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവസാനത്തെ ദിവസം അവിടെ പോയിട്ടോ, അവിടെ മുട്ടൂത്തി കയറിയിട്ടാണ് വന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കാം പിന്നീടുള്ള വീഡിയോയിൽ. അപ്പോൾ ഇത് പാർക്കിൽ ഞങ്ങളൊന്ന് നടന്ന് തിരിച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. അപ്പോൾ നോക്കൂ, അപ്പോൾ അതാണ് വരും ദിവസങ്ങളിൽ ഞാൻ മറ്റുള്ള വീഡിയോകളും കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഈവനിങ്ങിൽ ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം അതിരാവിലെ, വെയിലായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 7 മണി കഴിയുമ്പോഴത്തേക്കും ഇറങ്ങണമെങ്കിലാണ് നമുക്കിതെല്ലാം കാഴ്ചകൾ കണ്ട് കവർ ചെയ്യാൻ പറ്റും. വലിയൊരു കത്തീഡ്രലാണ് അവിടുത്തെ. അവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ നമുക്ക് എന്താ മനോഹരം, എല്ലാ വ്യൂസും ഇങ്ങനെ ഒരുപാട് ചർച്ചുകളും ബസിലിക്കകളും ഒക്കെ ഉള്ളതാണ്. തിരിച്ച് പോരുന്ന വഴിക്ക് ഒരു സ്ട്രീറ്റ് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. നോക്കൂ, അതൊക്കെ കണ്ട് തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് GNV Vlogs. ബൈ.